ഒരു യുദ്ധം ജയിക്കാൻ എന്തെല്ലാം വേണം? ശക്തമായ സൈന്യം വേണം, മൂർച്ചയേറിയ ആയുധങ്ങൾ വേണം, മികച്ച യുദ്ധതന്ത്രങ്ങൾ വേണം. എന്നാൽ യുദ്ധങ്ങളിൽ നാം വിസ്മരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ശത്രുപാളയത്തിലെ രഹസ്യങ്ങൾ ചോർത്തി ഇരുളിന്റെ മറവിൽ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു കൂട്ടർ. അവരാണ് ചാരന്മാർ. മനുഷ്യർ കൂട്ടമായി ജീവിക്കാനും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനും തുടങ്ങിയ കാലം മുതൽക്കേ ചാരന്മാർ നിലവിലുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാനും ശത്രുക്കളെ വീഴ്ത്താനും സ്വന്തമായ രഹസ്യ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യസുരക്ഷയ്ക്കും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനും ഭീഷണിയാകുന്ന വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിക്കുക, അവ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക, ശത്രുക്കളുടെ തന്ത്രങ്ങൾക്ക് മുൻപിൽ സ്വന്തം പ്രതിരോധം തീർക്കുക എന്നിവയൊക്കെ ആയിരുന്നു ഈ ചാരസംഘങ്ങളുടെ പ്രധാന ചുമതല. ലോക ചരിത്രത്തിലെ വമ്പൻ സാമ്രാജ്യങ്ങൾ ഉപയോഗിച്ച അതേ തന്ത്രങ്ങളും രഹസ്യ നെറ്റ്വർക്കുകളും ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടം ചാരന്മാർ മലയാള മണ്ണിലും ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് അത്തരത്തിൽ പ്രഗത്ഭരായ ഒരു കൂട്ടം ചാരന്മാരുടെ സംഘം ഉണ്ടായിരുന്നു. ആധുനിക കാലത്തെ രഹസ്യാന്വേഷണ ഏജൻസികളായ റോ അല്ലെങ്കിൽ CIA എന്നിവയോട് കിടപിടിക്കുന്ന തരം അസാധാരണ മിടുക്കരാണ് മാർത്താണ്ഡവർമ്മയുടെ ചാരന്മാരായി അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇരുളിന്റെ മറവിൽ പതിയിരുന്ന് ഒരു രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന നമ്മുടെ ചാരന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തിരുവിതാംകൂർ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ വളരെ വലുതായിരുന്നു. രാജ്യത്തിനകത്തു നിന്നുള്ള ആഭ്യന്തര ശത്രുക്കളും പുറത്തു നിന്നുള്ള വിദേശ ശക്തികളും ഒരുപോലെ മാർത്താണ്ഡവർമ്മയുടെ ജീവനും സിംഹാസനത്തിനും വേണ്ടി ഭീഷണി ഉയർത്തി. നാടുവാഴികളും പ്രാദേശിക പ്രഭുക്കന്മാരുമായിരുന്ന എട്ടുകെട്ടിൽ പിള്ളമാരും യോഗക്കാരും രാജാവിനെ വധിക്കാനും തിരുവിതാംകൂറിന് വീതിച്ചെടുക്കാനും നിരന്തരം ഗൂഢാലോചനകൾ നടത്തി. ഇതോടൊപ്പം കായംകുളം, അമ്പലപ്പുഴ, കൊച്ചി തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ ഭീഷണിയും ഡച്ചുകാരുടെ അധിനിവേശ ശ്രമങ്ങളും നിലനിന്നിരുന്നു. ഈ നിരന്തരമായ അപകടങ്ങളെ അതിജീവിച്ച് ഒരു ഏകീകൃത തിരുവിതാംകൂർ സാമ്രാജ്യം പടുത്തുയർത്താൻ മാർത്താണ്ഡവർമ്മയ്ക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ അതിശക്തമായ ചാരശൃംഖലയുടെ തണലിലാണ്. ശത്രുക്കളുടെ അടുത്ത നീക്കം എന്താണെന്ന് അവർ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ രാജാവിന്റെ കാതുകളിൽ എത്തുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ദളവ രാമയ്യന്റെയും കീഴിൽ പ്രവർത്തിച്ചിരുന്ന ചാരന്മാർ വേഷപ്രച്ഛന്നരായിട്ടാണ് നാടുനീളെ സഞ്ചരിച്ചിരുന്നത്. സന്യാസിമാർ, യാചകർ, കച്ചവടക്കാർ, വഴിയാത്രക്കാർ, ക്ഷേത്ര ജീവനക്കാർ, എന്തിന് ശത്രുക്കളുടെ കൊട്ടാരങ്ങളിലെ വേലക്കാർ വരെയായി ഈ ചാരന്മാർ രഹസ്യമായി ജീവിച്ചു. രാജാവിനു വേണ്ടി ജീവൻ തൃണവൽഗണിച്ച് പ്രവർത്തിച്ച ഇവർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി രാജാവിന്റെ അടുക്കൽ എത്തിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു ചെറിയ സന്ദേശം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടാൽ അത് രാജ്യത്തിന്റെ തന്നെ നാശത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സന്ദേശങ്ങൾ കൈമാറാൻ അവർ തികച്ചും വിപ്ലവകരമായ ഒരു മാർഗം ഉപയോഗിച്ചു. അതായിരുന്നു മൂലഭദ്രി എന്ന രഹസ്യ കോഡ് ഭാഷ. പണ്ട് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലിരുന്ന അതീവ സങ്കീർണവും എന്നാൽ നിഗൂഢവുമായ ഒരു കോഡ് ഭാഷയാണ് മൂലഭദ്രി. അക്ഷരങ്ങളെ പരസ്പരം മാറ്റിമറിച്ചെഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ രീതിയാണിത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്റെ ചാരന്മാരെ ഈ പ്രത്യേക ഭാഷ നിർബന്ധമായും പഠിപ്പിച്ചിരുന്നു. എന്തെങ്കിലും കാരണവശാൽ സന്ദേശങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയാൽ പോലും അവർക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കരുത് എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. മൂലഭദ്രിയിൽ ഓരോ അക്ഷരത്തിനും പകരം മറ്റൊരക്ഷരമാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അക്ഷരങ്ങൾ മാറ്റി പറയേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രത്യേക ശ്ലോകം തന്നെയുണ്ട്. അഖോ, ഖഖോ, ഖങ്ങ, ചൈവ, ചടോ, ഞണ, തപോ, നമ, യശോ, രഷോ, ലസ, ചൈവ, ബഹാക്ഷള, ഴറാറ്റന എന്നാണ് ആ ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങൾ കൃത്യമായി മാറ്റപ്പെടുന്നു. ആ എന്ന അക്ഷരത്തിന് പകരം ക എന്നും, ച എന്ന അക്ഷരത്തിന് പകരം ട എന്നും, യ എന്ന അക്ഷരത്തിന് പകരം ഷ എന്നും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഓ വരൂ വരൂ എന്ന് സാധാരണ മലയാളത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് മൂലഭദ്രി ഭാഷയിലേക്ക് മാറ്റുമ്പോൾ കോ, ഹഷു, ഹഷു എന്ന് മാറുന്നു. മൂലഭദ്രി അറിയാത്ത ഒരാൾ ഇത് കേട്ടാൽ ഇതൊരു വിദേശ ഭാഷയോ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ചില വാക്കുകളോ ആണെന്ന് മാത്രമേ കരുതൂ. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ ചാരന്മാർക്ക് ഈ ഭാഷ ലളിതമായി സംസാരിക്കാനും ഓലകളിൽ എഴുതാനും സാധിച്ചിരുന്നു. ഈ കോഡ് ഭാഷ ഉപയോഗിച്ച് തയ്യാറാക്കിയ രഹസ്യ സന്ദേശങ്ങൾ ദൂതന്മാർ വഴി അതീവ രഹസ്യമായി രാജാവിന്റെ വിശ്വസ്ത കരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. 18-ാം നൂറ്റാണ്ടിൽ നടന്ന അവിശ്വസനീയമായ ഒരു സംഭവം മാർത്താണ്ഡവർമ്മയുടെ ചാരന്മാരുടെ മിടുക്കിന് തെളിവായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ എട്ടുവീട്ടിൽ പിള്ളമാർ കൊടും ഗൂഢാലോചന നടത്തുന്ന ഒരു സമയം. രാജാവിനെ ഏതു വിധേനയും വധിക്കാനുള്ള പദ്ധതികൾ അടങ്ങിയ ഒരു രഹസ്യ ഓല സന്ദേശം അവർ തങ്ങളുടെ ദൂതന് കൈമാറി.
എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ മിടുക്കനായ ഒരു ചാരൻ ജീവൻ പണയം വെച്ച് ഈ ദൂതനെ പിന്തുടരുകയും ആ രഹസ്യ സന്ദേശം അടങ്ങിയ ഓല പിടിച്ചെടുക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ സന്ദേശം മഹാരാജാവിന്റെ മുന്നിൽ എത്തപ്പെട്ടു. മൂലഭദ്രി ഭാഷയിലോ അതീവ രഹസ്യ ചിഹ്നങ്ങളിലോ ആയിരുന്ന ആ സന്ദേശം വായിച്ചെടുത്തതോടെ ശത്രുക്കളുടെ മുഴുവൻ പദ്ധതികളും രാജാവിന് മുന്നിൽ തുറക്കപ്പെട്ടു. തന്റെ ജീവനും രാജ്യത്തിനും ഭീഷണിയായ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായ തെളിവോടെ വിവരം ലഭിച്ചതോടെ മാർത്താണ്ഡവർമ്മ ഉടനടി നടപടികളിലേക്ക് കടന്നു. എട്ടുവീട്ടിൽ പിള്ളമാരുടെയും മറ്റു ശത്രുക്കളുടെയും തന്ത്രങ്ങളെ മുൻകൂട്ടി തടയാനും അവരെ ശക്തമായി നേരിടാനും രാജാവിന് സാധിച്ചു. അങ്ങനെ ആ ചാരന്റെ സമയോചിതമായ ഇടപെടൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഒരു സംഭവം തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതി. ഒരുപക്ഷെ അന്ന് ആ ചാരൻ ആ രഹസ്യ സന്ദേശം പിടിച്ചെടുത്തിരുന്നില്ല എങ്കിൽ മാർത്താണ്ഡവർമ്മ കൊല്ലപ്പെടുകയും തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു സാമ്രാജ്യം രൂപപ്പെടാതെ പോവുകയും ചെയ്യുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ചാര സംവിധാനം ആഭ്യന്തര ശത്രുക്കളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. അത് അയൽ രാജ്യങ്ങളിലേക്കും വിദേശ ശക്തികളിലേക്കും പടർന്ന് പന്തലിച്ചു കിടന്നിരുന്നു. കായംകുളം, അമ്പലപ്പുഴ, ചങ്ങനാശ്ശേരി തുടങ്ങിയ രാജ്യങ്ങളിലെ സൈനിക ബലവും അവരുടെ ഭാവി പദ്ധതികളും മാർത്താണ്ഡവർമ്മ വിരൽത്തുമ്പിൽ അറിഞ്ഞിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോളനി വാഴ്ച ശക്തിയായിരുന്ന ഡച്ചുകാരെ 1741 ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിഞ്ഞതിന് പിന്നിലും ഈ ചാരന്മാരുടെ പങ്ക് വളരെ വലുതാണ്. ഡച്ച് കപ്പലുകളുടെ നീക്കങ്ങളും അവരുടെ ആയുധ ശേഖരത്തെ കുറിച്ചുള്ള വിവരങ്ങളും ചാരന്മാർ മുൻകൂട്ടി നൽകിയത് കൊണ്ടാണ് സാങ്കേതികമായി ഏറെ മുന്നിലായിരുന്ന ഒരു വിദേശ സൈന്യത്തെ കടൽ തീരത്ത് വെച്ച് ചെറുത്തു തോൽപ്പിക്കാൻ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് കഴിഞ്ഞത്. ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ വൻ ശക്തിയെ കടൽ യുദ്ധത്തിൽ തോൽപ്പിച്ച അപൂർവ ചരിത്രമാണ് കുളച്ചൽ യുദ്ധം. ചാരന്മാരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ച് തന്ത്രങ്ങൾ മെനയാൻ ദളവ രാമയ്യന്റെ നേതൃത്വത്തിൽ പ്രത്യേക വിശകലന വിഭാഗം തന്നെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ഒരേ സ്ഥലത്തേക്ക് ഒന്നിലധികം ചാരന്മാരെ വ്യത്യസ്ത വേഷങ്ങളിൽ അയക്കുന്ന രീതിയും അവർ പിന്തുടർന്നു. ഒരു ചാരൻ നൽകുന്ന വിവരം മറ്റൊരു ചാരൻ നൽകുന്ന വിവരവുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തിയ ശേഷമേ രാജാവ് തീരുമാനങ്ങൾ എടുത്തിരുന്നുള്ളൂ. ഈ കൃത്യതയാണ് മാർത്താണ്ഡവർമ്മയെ യുദ്ധങ്ങളിൽ വീഴ്ചയില്ലാത്ത ഭരണാധികാരിയാക്കി മാറ്റിയത്. അപകടം നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിച്ച് സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവരായിരുന്നു ആ അജ്ഞാത പോരാളികൾ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പടുത്തുയർത്തിയ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ അടിത്തറ എന്നത് കേവലം വാളും പടച്ചട്ടയുമായിരുന്നില്ല, മറിച്ച് ബുദ്ധിയും തന്ത്രവും കോഡ് ഭാഷകളും നിറഞ്ഞ ഈ രഹസ്യാന്വേഷണ ശൃംഖലയായിരുന്നു. മൂലഭദ്രി എന്ന അത്ഭുത ഭാഷയിലൂടെയും അതിസാഹസികമായ ഇടപെടലുകളിലൂടെയും അവർ ചരിത്രത്തിന്റെ താളുകളിൽ നിശബ്ദരായ നായകന്മാരായി മാറി. ആധുനിക രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും മാതൃകയാക്കാവുന്ന വിധത്തിൽ അതീവ സങ്കീർണവും എന്നാൽ ലളിതവുമായ ഒരു ചാര സംവിധാനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ മലയാള മണ്ണിൽ ഉണ്ടായിരുന്നു എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ വിജയം എന്നത് അദ്ദേഹത്തിന്റെ വീര്യം പോലെ തന്നെ ഈ ചാരന്മാരുടെ കൂർമ്മ ബുദ്ധിയുടെ കൂടി വിജയമായിരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.